എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഉണ്ണിമുകുന്ദന്റെ മാർക്കോക്ക് ആദ്യ ദിവസം തന്നെ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ഷോ കൗണ്ടുകളുടെ എക്സ്ട്രാ ഷോ കൗണ്ടുകളുടെ എണ്ണം കൂടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഇന്ന് അർദ്ധരാത്രി 1 മണിക്ക് എക്സ്ട്രാ ഷോകൾ കളിച്ച വിവരമാണ് പുറത്തു വരുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രീൻഷോട്ട് ഇന്നലെ രാത്രി 11:22 എടുത്തതാണ്. മൈ സിനിമാസ് അങ്കമാലിയിൽ ഇന്ന്, അതായത് ശനിയാഴ്ച 1 മണിക്കാണ്, അർദ്ധരാത്രി 1 മണിക്കാണ് മാർക്കോയുടെ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷക അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് തിയേറ്റർ ഉടമകൾ ഈ ഒരു എക്സ്ട്രാ ഷോ ആഡ് ചെയ്തത്. കാരണം അത്രക്ക് അധികം സിനിമാ പ്രേമികൾക്കാണ് ടിക്കറ്റുകൾ ലഭിക്കാതെ ഇന്നലെ തിയേറ്റർ വിട്ട് മടങ്ങേണ്ടി വന്നത്. ഇന്നലെ മാത്രം ഏകദേശം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് 1,80,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്നലെ മാത്രം നമ്മുടെ കേരളത്തിൽ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് 974 ഷോകളാണ്. ആദ്യ ദിവസം ഓഡിയൻസായി എത്തിയവരുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ ട്രാക്ക് ചെയ്ത കണക്കുകൾ പ്രകാരം 2,41,798 പേരാണ് ചിത്രം കാണാൻ വേണ്ടി ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയത്. എടുത്തു പറയേണ്ടത് ചിത്രത്തിന്റെ തിയേറ്റർ ഒക്യുപ്പൻസി തന്നെയാണ്. ഏകദേശം ആദ്യ ദിവസം 190 തിയേറ്ററുകളിലാണ് ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തത്. ഓരോ തിയേറ്ററിലും ഏകദേശം 89% ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ ഏകദേശം 974 ഷോകളാണ് ട്രാക്ക് ചെയ്തത്. അതിൽ 341 ഷോകളും ഹൗസ്ഫുൾ സ്റ്റാറ്റസ് ആണ് നേടിയിരിക്കുന്നത്. 289 ഷോ ഓൾമോസ്റ്റ് ഫിൽ ഓറഞ്ച് അലേർട്ട് ആണ് നേടിയിരിക്കുന്നത്. ആദ്യ ദിവസം ട്രാക്കിംഗ് കളക്ഷനിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3,68,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 5 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ആഗോള ബോക്സ് ഓഫീസ് ആദ്യ ദിവസം 8-9 കോടി റേഞ്ചിലെത്തുമെന്നും ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ഇന്ന് ആരൊക്കെയാണ് ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം.